അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഖുർആൻ പഠനത്തിനുള്ള പോഴി 11 ദിവസം കൊണ്ട് 26,000 പദങ്ങളുടെ ആശയം ഗ്രഹിക്കാം. രണ്ടാം ദിവസം ക്ലാസ് നമ്പർ 2. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, നിയ്യത്ത് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, നമസ്കാരത്തിൻ്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഏത് നമസ്കാരമാണ്, എത്ര റക്അത്താണ്, ആർക്ക് വേണ്ടിയാണ്, എങ്ങോട്ട് തിരിഞ്ഞെന്നാണ് നമസ്കരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ നിയ്യത്തിൽ വരേണ്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഗോൾ എന്തായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം. എന്താ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഗോള്? 2.5 വർഷത്തെ കോഴ്സ് ഞാൻ പൂർത്തീകരിക്കും. ഈ 2.5 വർഷത്തെ കോഴ്സ് എന്താണ്? ഇത് നമ്മൾ ആ കോഴ്സ് സ്പെസിഫിക് ആണ്. എന്താ നമ്മൾ പഠിക്കുന്നത്? ഖുർആൻ്റെ വാക്കർത്ഥവും അതിൻ്റെ പദപരിവർത്തന പട്ടികയും അതിൻ്റെ വ്യാകരണവുമാണ് പഠിക്കുന്നത്. ഇത് ബാഹ്യമായൊരു ഒരു പഠനമാണ്. ഇതിൻ്റെ അടുത്ത തലത്തിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ആഴത്തിലേക്ക് പോവുകയും അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? സ്പെസിഫിക് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. അമ്മ ജുസ് കേന്ദ്രീകരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് എന്താണ്? സെറ്റ് ചെയ്യുന്ന ഗോൾ സ്പെസിഫിക് ആയിരിക്കണം, നിർണിതമായിരിക്കണം. ഇത് നിങ്ങൾ ഏത് ഗോൾ സെറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. പക്ഷെ നമ്മളിവിടെ പറഞ്ഞു തരുന്നത്, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്യുന്ന ഗോൾ എന്താണ്? സ്പെസിഫിക് ആണ്. 2.5 വർഷത്തെ കോഴ്സാണ്. അത് അമ്മ ജുസ് ആണ് പഠിക്കുന്നത്. വാക്കർത്ഥം വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഒരു വാക്ക് കിട്ടിയാൽ അതിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ, വ്യത്യസ്ത രൂപഭേദങ്ങളുടെ അർത്ഥം മനസ്സിലാകും. അതിൻ്റെ മുൻ പിൻ വാക്കുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാകും. വ്യാകരണം മനസ്സിലാകും. ഇത് വെച്ചുകൊണ്ടാണ്. ഇത് ഇത്രയും മനസ്സിലായാൽ പിന്നീട് നമുക്ക് അതിൻ്റെ ആശയതലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. അപ്പോൾ നമ്മുടെ കോഴ്സ് സ്പെസിഫിക് ആണ്. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതായിരിക്കണം നിങ്ങളുടെ നിയ്യത്ത്. ഇപ്പോൾ ഗോളിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ്? ഗോള് സ്മാർട്ടായിരിക്കണമെന്നാണ്. നിങ്ങളുടെ ഫോൺ മാത്രമല്ല സ്മാർട്ടാകേണ്ടത്, നിങ്ങളും സ്മാർട്ടാകണം. മാത്രമല്ല നിങ്ങളുടെ ഗോളും സ്മാർട്ടാകണം. അപ്പോൾ സ്മാർട്ടിൻ്റെ ആദ്യത്തെ അക്ഷരം എസ്, സ്പെസിഫിക് ആണ്, നിർണിതമാണ്. അത് ഞാൻ പറഞ്ഞു, നിർണിതമാണ്. രണ്ടെന്താണ്? നമ്മുടെ ഗോള് മെഷറബിൾ ആയിരിക്കണം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്താൽ, ഇപ്പോൾ നമ്മൾ ഖുർആനിലെ 26,000 വാക്കുകൾ പഠിക്കും. ആദ്യത്തെ 11 ദിവസം കൊണ്ട് ഖുർആനിലെ 26,000 വാക്കുകൾ പഠിക്കും എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ അത്രയും വാക്കുകൾ, അതിൻ്റെ എത്ര വാക്കുകൾ പഠിച്ചു എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ്? അത് മെഷറബിളാണ്. ഒരു യൂണിറ്റ് കഴിയുമ്പോൾ എത്ര വാക്ക് നിങ്ങൾ പഠിക്കും എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? അളക്കാൻ പറ്റുന്ന ഒരു അളവുകോൽ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോൾ എന്താണ്? മെഷറബിളാണ്. നമ്മൾ 2.5 വർഷം കഴിയുമ്പോൾ ഖുർആനിലെ 80% പദങ്ങളും അതേപോലെ 90%-ലധികം വ്യാകരണവും നമ്മൾ പഠിക്കും. എന്താണ്? ഓരോ ലെസൺ കഴിയുമ്പോഴും നിങ്ങൾക്ക് എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞു തരും. അപ്പോൾ അത് മെഷറബിളാണ്. അപ്പോൾ സ്മാർട്ടിലെ എസും എമ്മും കഴിഞ്ഞാൽ പിന്നീട് എ ആണ്. എ എന്താണ്? അച്ചീവബിളാണ്. നമുക്ക് കഴിയുമോ? തീർച്ചയായും കഴിയും. ഞങ്ങൾ 2007 മുതൽ ഈ കോഴ്സ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അനവധി ആൾക്കാർ ഇതിൽ പഠിച്ച് ഇതിൽ ജോയിൻ ചെയ്തവരെല്ലാവരും എന്താണ്? ഇത് നമ്മൾ പറയുന്ന പോലെ പഠിച്ചവരെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസൊക്കെയും എന്തായി? അവർ അധ്യാപകരായി മാറി. അവർ ഈ കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് അച്ചീവബിളാണ്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അച്ചീവബിൾ ആയിട്ടുള്ളതായിരിക്കണം. നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കണം ഗോൾ. ഞാനതാ ചന്ദ്രനെ പോയി പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഗോൾ സെറ്റ് ചെയ്താൽ അത് അച്ചീവബിൾ ആണെങ്കിൽ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യുന്ന ഗോൾ അച്ചീവബിൾ ആയിരിക്കണം. അതേപോലെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നാലാമത്തെ സംഗതി എന്താ? റിലവൻ്റ് ആയിരിക്കണം. എന്തായിരിക്കണം? അതുമായി, അല്ലെങ്കിൽ റിലവൻറ്റിന് പകരം വേറൊരു വാക്ക് പറയാം, റിയലിസ്റ്റിക് ആയിരിക്കണം. അച്ചീവബിളാണ്, അത് റിയലിസ്റ്റിക് ആയിരിക്കണം. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യബോധത്തോടുള്ളതായിരിക്കണം. ഒരു സാങ്കല്പികമായ സംഭവമല്ല, മറിച്ച് എന്താണ്?
യാഥാർത്ഥ്യ രൂപത്തിലുള്ളതായിരിക്കും. യാഥാർത്ഥ്യവുമായി അതിന് ബന്ധമുണ്ടാകണം. അപ്പം നമ്മൾ അച്ചീവബിൾ എന്ന് പറഞ്ഞു, അതേപോലെ അത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ്റെ കോഴ്സ് 2007 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2013 നമ്മളത് ഓൺലൈനിൽ ഫുള്ള് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ 2013 തന്നെ ടെക്സ്റ്റ് ബുക്കും മറ്റ് സംഗതികളൊക്കെ പ്രസിദ്ധീകരിച്ചു. അതിന് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2026 ആയി. അനവരതം നടന്നുകൊണ്ടിരിക്കുകയാണ്. 20 വർഷമായിട്ട് എന്തെയാണ് അനവരതം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പം എന്താണ്, അത് റിയലിസ്റ്റിക്കാണ്, യാഥാർത്ഥ്യം ബോധത്തോടുള്ളതാണ്. അതേപോലെ എന്തായിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കണം. നമ്മൾ ഏത് ഗോൾ നിശ്ചയിച്ചാലും അത് ടൈം ബൗണ്ടഡാണ്, സമയനിർണിതമായിരിക്കണം. നമ്മൾ സമയം പറഞ്ഞു തരുന്നു. 11 ദിവസം കൊണ്ട് ഖുർആനിലെ 6000 വാക്കുകൾ പഠിക്കാം. 2.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഖുർആനിലെ 80% വാക്കുകളും 90% വ്യാകരണം പഠിക്കാം. അതിൽ നമ്മൾ ജുസ് അമ്മയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ടൈം ബൗണ്ടഡാണ്. ഇപ്പോൾ ഏതൊരു ഗോൾ നിശ്ചയിച്ചാലും ഇതിങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് സ്മാർട്ട് ഗോളായിരിക്കണം. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും, ഖുർആൻ പഠനത്തിൽ എളുപ്പവഴിയിലൂടെ നിങ്ങൾ പഠിച്ചു പോയാലും അത് സ്പെസിഫിക്കായി, മെഷറബിളായി, അച്ചീവബിളായിട്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ള, ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സിലബസാണ് ഇത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി നിങ്ങൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.